സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് കണ്ണൂർ ജില്ലയിലെ ഇടതു കോട്ടകൾ ഇത്തവണ നേരിട്ടത്. തളിപ്പറമ്പും പയ്യന്നൂരും ഒക്കെ വിമതർ അട്ടിമറിച്ചപ്പോൾ ഒരു കാറ്റിലും ഉലയില്ല എന്ന് കരുതിയ കല്യാശ്ശേരി മട്ടന്നൂരും അടക്കം വോട്ടെണ്ണലിന്റെ പല ഘട്ടങ്ങളിൽ കിതയ്ക്കുന്ന പതിവില്ലാത്ത കാഴ്ചയും ജില്ലയിൽ നമ്മൾ കണ്ടു. അതേസമയം കണ്ണൂരിൽ പിണറായിക്കും എം.വി. ഗോവിന്ദനുമെതിരെ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട്. കോളയാട് ഈരായിക്കൊല്ലിയിലാണ് ഈ ബോർഡ് വെച്ചത്. പാർട്ടിയാണ് വലുത്, നേതാക്കളല്ല എന്നാണ് ഫ്ലെക്സിലെ വാചകം. പി ജയരാജന്റെയും എം സ്വരാജിന്റെയും ചിത്രങ്ങൾ ഫ്ലെക്സിലുണ്ട്. നിഖിൽ വിവരങ്ങളുമായിട്ടുണ്ട്. നിഖിൽ, ഗുഡ് മോർണിംഗ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ എന്നൊക്കെ പറഞ്ഞാൽ അത് പാർട്ടി കോട്ടയാണ്. അത് ഒരു കാറ്റിലും ഉലയാത്ത കോട്ടകൾ. ആ കോട്ടകളൊക്കെ, അതായത് കോട്ടകളില്ല, അങ്ങനെ ഒരു സങ്കല്പം വേണ്ട എന്ന് പാർട്ടി അറിയിച്ചൊരു തിരഞ്ഞെടുപ്പായിരുന്നു ഇത്. ഇവിടെ ആരും കോട്ടകൾ കെട്ടണ്ട, അങ്ങനെ ആരും വരണ്ട എന്നുകൂടി പറഞ്ഞൊരു തിരഞ്ഞെടുപ്പ്. ഇപ്പം പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സമയത്ത് അവിടെ ഈ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വത്തെ പുച്ഛിച്ചു തള്ളിയിരുന്നു പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. അവിടെയൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ടി.കെ. ഗോവിന്ദൻ അദ്ദേഹം തളിപ്പറമ്പിലേക്ക് വരുന്ന സമയത്തും സമാനമായ രീതിയിൽ വന്നു. അദ്ദേഹത്തെ വഞ്ചകൻ എന്ന് മുദ്രകുത്തി. എന്തുകൊണ്ട് അദ്ദേഹം വഞ്ചകനായി എന്ന കാര്യത്തെ ചർച്ച ചെയ്യാൻ ഈ കുഞ്ഞികൃഷ്ണനും അതേപോലെ തന്നെ ടി.കെ. ഗോവിന്ദനും എന്തുകൊണ്ട് അവർ പാർട്ടി വിട്ടു, എന്തുകൊണ്ട് അവർ വിമതരായി എന്നതിനെ സംസാരിക്കാൻ, എന്നതിനെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. ഈ പറഞ്ഞ പോലെ മട്ടന്നൂര്, അതേ മട്ടന്നൂര് കഴിഞ്ഞ വട്ടം കെ ശൈലജയ്ക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കൊടുത്ത മട്ടന്നൂര്, ആ മട്ടന്നൂരിൽ ഇത്തവണ വി.കെ. സരോജ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം പല വട്ടങ്ങളിലും പിന്നോട്ട് പോയി. അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മുന്നോട്ട് വന്നു. അതൊക്കെ മട്ടന്നൂരിന്റെ ചരിത്രത്തിൽ നമ്മൾ ഈ തിരഞ്ഞെടുപ്പൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഈ കാര്യമൊക്കെ വരുന്നത്. ഇപ്പൊ കല്യാശ്ശേരിയിലാണെങ്കിലും എം വിജിന്റെ ജയം, കഴിഞ്ഞ വട്ടം 40,000-ൽ പരം ഭൂരിപക്ഷത്തിൽ ജയിച്ച എം വിജിൻ ഇത്തവണത്തെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എത്രയാണ്? അപ്പൊ അതായത് പാർട്ടി കോട്ടകളിൽ പാർട്ടി വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, വിള്ളലായി പോയിരിക്കുന്നു. എങ്ങനെയാണ് അവിടെ ജില്ലാ ഘടകത്തിന്റെ ഈ ഒരു വിലയിരുത്തൽ വരുന്നത്? നിഖിൽ, ഇതിൽ ഏറ്റവും പ്രധാനം മറ്റൊന്നും പറയണ്ടല്ലോ, ധർമ്മടം തന്നെ എടുത്തൂടെ? മുഖ്യമന്ത്രിയുടെ ക്യാപ്റ്റന്റെ തന്നെ മണ്ഡലത്തിൽ, സ്വന്തം പഞ്ചായത്തിൽ പോലും അദ്ദേഹം പിറകോട്ട് പോയി. വോട്ടെണ്ണലിലെ 7 റൗണ്ട് വരെ പിന്നിലായിരുന്നു അദ്ദേഹം. അപ്പം അത് മാത്രം പറഞ്ഞാൽ മതി പാർട്ടി കോട്ടകളിൽ എത്ര കണ്ട് പാർട്ടിക്ക് സ്വീകാര്യതയുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. മറ്റൊന്ന്, നിഖിൽ ഈ പറയുന്നത് പോലെ തന്നെ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരിക്കുന്നു എന്ന് പറയുന്നു, അതിലെ വിവരങ്ങൾ കൂടി. സേതു, ഗുഡ് മോർണിംഗ്. ഏതായാലും സേതു ഈ പറഞ്ഞതുപോലെ കണ്ണൂരിൽ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ കണ്ണൂരിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരാജയം ഉണ്ടായി എന്ന ചോദ്യത്തിന് വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരം പറഞ്ഞു വെച്ചിട്ടുള്ളയാൾ ഒരുപക്ഷെ പയ്യന്നൂരിൽ ഈ ഒരു അട്ടിമറി ഉണ്ടാക്കിയ വി കുഞ്ഞികൃഷ്ണൻ തന്നെയാണ്. നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നുള്ളതായിരുന്നു വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. അത് CPIM-ൻ്റെ അണികൾ കണ്ണൂരിൽ പല ഭാഗത്തും കൃത്യമായി തിരുത്തി കാണിച്ചു കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. വർഗവഞ്ചകരെന്നും ഒറ്റുകാരെന്നും CPIM-ൻ്റെ നേതാക്കൾ വിളിച്ച ടി.കെ. ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും ഇനി അങ്ങോട്ട് കണ്ണൂർ ജില്ലയിലെ 2 മണ്ഡലങ്ങളിൽ നിന്ന് ഇതുവരെ LDF-ൻ്റെ മാത്രം MLA-മാരുണ്ടായിരുന്ന തളിപ്പറമ്പിൽ നിന്നും പയ്യന്നൂരിൽ നിന്നും MLA-മാരായി നിയമസഭയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം CPIM-ൻ്റെ ഒരിക്കലും ഇളകാത്ത കോട്ടകൾ എന്ന് പറഞ്ഞ കല്യാശ്ശേരിയിലും മട്ടന്നൂരിലുമൊക്കെ വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടുകളായി CPIM-ന് നേരെ വന്നു എന്നുള്ളതാണ്. എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കും, തെറ്റ് കണ്ടെത്തിയാൽ തിരുത്തും എന്നാണ് CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറിയും M.V. ജയരാജനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും വലിയ പരാജയം കണ്ണൂരിൽ ഈ CPIM-ൻ്റെ കോട്ടകളിൽ പരാജയം അല്ലെങ്കിൽ തിരിച്ചടി എന്ന് പറയാവുന്ന തരത്തിൽ നേരിട്ടു എന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് മട്ടന്നൂരാണ്. 60,000-ന് മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കെ ശൈലജ ജയിച്ച മട്ടന്നൂരിൽ അതിൻ്റെ 4/1 പോലുമില്ല, 14,500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്കാണ് വി.കെ. സനോജ് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ചുരുങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഒരുപക്ഷെ CPIM-ന് പറയാം, 2021-ലെ ആ തരംഗത്തിൻ്റെ കാലമല്ല, സാഹചര്യം മാറിയിട്ടുണ്ട്, SIR ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ CPIM വിശദീകരണമായി പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും മട്ടന്നൂർ പോലൊരു മണ്ഡലത്തിൽ വോട്ടെണ്ണലിൻ്റെ ഘട്ടത്തിൽ 500-300 വോട്ടുകൾക്ക് മാത്രം ലീഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന കാഴ്ചയൊക്കെ CPIM-ൻ്റെ നെഞ്ചിടിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മട്ടന്നൂരിൽ മാത്രമല്ല, കല്യാശ്ശേരിയിലേക്ക് വന്നാൽ 40,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് LDF കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കല്യാശ്ശേരിയിൽ എം വിജിൻ്റെ ഇപ്രാവശ്യത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 19,000-നും താഴെയാണ് എന്നുള്ളതാണ്. ഈ രണ്ട് മണ്ഡലങ്ങളിലും എന്ത് സംഭവിച്ചു എന്നുള്ളത് CPIM വിശദമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. മറ്റൊന്ന് ധർമ്മടമാണ്. ധർമ്മടത്ത് ഇന്നലെ വോട്ടെണ്ണുമ്പോൾ 6 റൗണ്ടുകൾ വരെ CPIMൻ്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊക്കെ ഉണ്ടായിരുന്ന നെഞ്ചിടിപ്പ് എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിണറായി വിജയനെ പോലൊരു നേതാവ്, VP അബ്ദുൾ റഷീദ് എന്ന താരതമ്യേന വളരെ ജൂനിയറായ ഒരു നേതാവ് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ 6 റൗണ്ടുകളിലാണ് ഒന്ന് മുന്നോട്ട് വരാനാവാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് എത്രത്തോളം ഈ പറയുന്ന അഞ്ചരക്കണ്ടിയും വേങ്ങാടും പോലുള്ള മേഖലകളിൽ LDFൻ്റെ വോട്ട് ഒരു പിന്നോട്ടടിക്കൽ ഉണ്ടായി എന്നത് സൂചിപ്പിക്കുന്ന കാര്യമാണ്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത് എടുത്തു പറയേണ്ടത് തളിപ്പറമ്പാണ്. തളിപ്പറമ്പ് പ്രത്യേകം പറഞ്ഞു പോകേണ്ട സാഹചര്യമാണ്. കാരണം MV ഗോവിന്ദൻ്റെ ഭാര്യ എന്ന നിലയിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ളതായിരുന്നു TK ഗോവിന്ദൻ്റെ വിമർശനം. ഈ TK ഗോവിന്ദൻ ആ വിമർശനം ഉന്നയിക്കുന്നതിന് മുന്നേ തന്നെ CPIMൻ്റെ അണികൾ സോഷ്യൽ മീഡിയയിലടക്കം ഇത്തരത്തിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നതാണ്. പിന്നീട് പക്ഷേ പാർട്ടി ഒരു തീരുമാനമെടുത്തപ്പോൾ തങ്ങൾ ആ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നു എന്ന് ഈ പറയുന്ന അണികൾ നിലപാട് പറയുകയും ചെയ്തു. പക്ഷേ ഈ തളിപ്പറമ്പിലെ വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ ഈ ഇന്നലെ കൗണ്ടിങ്ങിനുണ്ടായ അതിൻ്റെ ഒരു പാറ്റേൺ നോക്കിയാൽ CPIMൻ്റെ കോട്ടകളിലെല്ലാം തന്നെ TK ഗോവിന്ദൻ അനുകൂലമായി വോട്ട് പോയിട്ടുണ്ട്. അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, ഈ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാനെടുത്ത തീരുമാനത്തിനോട് എതിർപ്പുണ്ടായിരുന്നു CPIM അണികൾക്ക്. അവർ അത് വോട്ടായി മാറ്റി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ പറയുന്ന വോട്ട് എണ്ണി തുടങ്ങുന്ന പരിയാരം പഞ്ചായത്തിൽ CPIMൻ്റെ കോട്ടയാണ്. അവിടെ TK ഗോവിന്ദൻ ലീഡ് ചെയ്ത് തുടങ്ങുകയാണ്. പിന്നീട് അങ്ങോട്ട് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ അങ്ങനെ കോട്ട എന്നൊരു സങ്കല്പമേ ഇല്ല എന്ന് ജനങ്ങൾ പാർട്ടിക്ക് പറഞ്ഞുകൊടുത്ത ഒരു തിരഞ്ഞെടുപ്പ് കാലം കൂടിയായിരുന്നു ഇത് എന്ന് പറയാം അല്ലേ? കാരണം പാർട്ടിയുടെ ഉറച്ച സ്ഥലങ്ങൾ എന്ന് വിശ്വസിക്കുന്നിടത്തല്ലേ നിലതെറ്റി വീണത്.